രജിഷ പണ്ട് പറഞ്ഞു കേട്ടുള്ള കാര്യമാണ്. എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഐറ്റം ഡാൻസ് വരുന്ന പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്, വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പോയിരിക്കുന്ന സൂം ഔട്ട്, വയറ്, കൈ, ഹ്യൂമൻ ബോഡിയിൽ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യം. എന്റെ ബോഡി ടൈപ്പിന് ഇണങ്ങുന്ന, എന്നെ കണ്ട വൃത്തിയിരിക്കുന്ന ഡ്രസ് എന്താണെന്ന്. ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രജിഷ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ ഐറ്റം ഡാൻസിലേക്ക് വരില്ല. എൻ്റെ ശരീരത്തിന് ചേരുന്ന ഡ്രസ്സേ ഞാൻ ധരിക്കുള്ളൂ, എല്ലാത്ത ഡ്രസ്സുകളും ഞാൻ ധരിക്കില്ല. ഞാൻ ഐറ്റം ഡാൻസ് എനിക്ക് പറ്റേയില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് വാക്കേ മാറ്റാൻ പറ്റുള്ളൂ, കയ്യോ കാലോ മാറ്റാൻ പറ്റുമോ? ആളങ്ങോട്ട് വാക്ക് മാറ്റി. ആൾക്ക് സിനിമയൊന്നും ഇല്ലെന്നേ ഇപ്പോൾ അധികം. അപ്പോൾ ഇങ്ങനെ ഐറ്റം ഡാൻസിലൊക്കെ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇട്ടാലേ കാര്യമുള്ളൂ എന്ന് തോന്നിയിട്ട് ചേച്ചി നൈസായിട്ട് അങ്ങനെ ചേച്ചിയുടെ വാക്കല്ലേ, ആളങ്ങനെ ഐറ്റം ഡാൻസിലേക്ക് വന്നു. ആ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി ഇങ്ങനെ ആകുന്ന പുള്ളിയൊന്നും വിചാരിച്ചില്ല. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതവിടെ കിടക്കും. പിന്നീട് നമ്മളത് മറക്കും. നമ്മൾ ആ ഒരു പഞ്ചിനങ്ങോട്ട് പറഞ്ഞല്ലേ, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ, കുറച്ച് വർഷങ്ങളോ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ മറന്ന് നമ്മളത് വീണ്ടും ചെയ്യുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലൊക്കെ അതങ്ങോട്ട് പൊക്കിക്കൊണ്ട് വരും. പിന്നെ നമ്മൾ നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് കിടക്കേണ്ടി വരും. അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയാൻ. എന്തായാലും രജിഷ വിജയൻ അത്യാവശ്യം എയറിൽ കയറിയിരിക്കുക കേട്ടോ. ആളോ പറയേണ്ട സമയത്ത് ആ പഞ്ചിനെ അങ്ങോട്ട് പറഞ്ഞേ, പക്ഷേ പ്രതീക്ഷിച്ചില്ലെന്നേ ഇമാതിരി കാര്യങ്ങളൊക്കെ പൊങ്ങി വരുന്നു. രജിഷ പണ്ട് പറഞ്ഞു കേട്ടുള്ള കാര്യമാണ്. എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഐറ്റം ഡാൻസ് വരുന്ന പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്, വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പോയിരിക്കുന്ന സൂം ഔട്ട്, വയറ്, കൈ, ഹ്യൂമൻ ബോഡിയിൽ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യം. എന്റെ ബോഡി ടൈപ്പിന് ഇണങ്ങുന്ന, എന്നെ കണ്ട വൃത്തിയിരിക്കുന്ന ഡ്രസ് എന്താണെന്ന്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, കോഴിക്കോട്ട് അലുവ, ഇപ്പം എന്തായി? കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ അങ്ങോട്ട് മറന്നെന്നാൾ വിചാരിച്ചിട്ടായിരിക്കും. എന്താ അല്ലേ പാവം. ഇതേപോലെ അടുത്ത ഒരാളുടെ ഐറ്റം ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. എന്നാലും നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും